കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുചേർന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. തുടർന്ന് ദൈവവചന ധ്യാനത്തിനുള്ള സമയമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 തൊട്ട് 20 വരെയുള്ള ആ വേദഭാഗം നമ്മൾ വീണ്ടും ഈ പകൽ സമയം വായിപ്പാനായിട്ടും അല്പം ചില കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഒരുമിച്ച് ചിന്തിപ്പാനും ആഗ്രഹിക്കുന്നു. ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 5 വേഴ്സസ് 17 to 20. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രയും ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ ഈ വേദഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ വേദഭാഗത്ത് തന്നെ നമ്മൾ കൂടുതൽ സമയം ഫോക്കസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവജനം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം. വിശേഷിച്ച് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ദൈവമക്കളെ സംബന്ധിച്ച് പ്രാധാന്യമുള്ള മറ്റെല്ലാ വേദഭാഗങ്ങളെ പോലെയും ഒരുപക്ഷെ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും ബേസിക്കായിട്ട് ക്രിസ്തീയ ജീവിതത്തെ പ്രതിപാദിക്കുന്നതാണ് ആ തിരുവചന ഭാഗം എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കും. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും there are more misunderstanding than the right understanding. പല സന്ദർഭങ്ങളിലും തെറ്റായിട്ടുള്ള ധാരണയാണ് ശരിയായ ധാരണയെക്കാളും ഈ വേദഭാഗത്ത് ഉള്ളത്. പലരും ചിന്തിക്കുന്നത് കർത്താവ് ഓൾ ടുഗദർ ഒരു പുതിയ ഒന്ന് നൽകി, ബാക്കിയെല്ലാം തീർന്നു, അത് ഫിനിഷായി എന്നുള്ള ഒരു ചിന്തയാണ് ന്യായപ്രമാണത്തെക്കുറിച്ച് പൊതുവേ ദൈവമക്കൾക്കുള്ളത്. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ ആ വാലിഡിറ്റി, അതിൻ്റെ ഡീപ്പ് സ്പിരിച്വാലിറ്റി, അതിൻ്റെ ന്യായപ്രമാണം അത് ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾ മാത്രമല്ല, അതിൻ്റെ ആഴമാകുന്ന ആത്മീകത, ന്യായപ്രമാണത്തിൻ്റെ അതിന് മാറ്റം വരികയല്ല, നിവൃത്തി ഉണ്ടാകുകയാണ് എന്നൊക്കെയുള്ള വാക്കുകൾ നിശ്ചയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം സത്യത്തിൽ എന്താണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ക്രിസ്തീയ ജീവിതം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. 2 എക്സ്ട്രീമിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഒരു എക്സ്ട്രീം റോമാലേഖനം 13-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്, സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. അതുകൊണ്ട് സ്നേഹമുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ല, പിന്നൊന്നും ബാധകമല്ല സ്നേഹം. അപ്പോൾ ആ സ്നേഹം എന്താണെന്നുള്ളതോ അല്ലെ സ്നേഹം എന്നുള്ളത് കൊണ്ട് എന്താ ദൈവവചനം അർത്ഥമാക്കുന്ന അതൊന്നും വലിയ കാര്യമല്ല. സ്നേഹമെന്ന് പറയുമ്പോൾ ഒരു സെൻറ്റിമെൻറ്റാലിറ്റി, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന, എല്ലാറ്റിനും കൂടെ പോകുന്ന, ആരോടും എതിർത്ത് നിൽക്കാത്ത
എന്താ പറയുന്നത്, അതാണ് സ്നേഹമെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ സ്നേഹം എന്താണെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ആ ഒരു വേദഭാഗത്തേക്ക് ദൈവം അനുവദിച്ചാൽ നമ്മളിന്ന് മടങ്ങി വരും. അപ്പോൾ സ്നേഹമെന്ന് പറഞ്ഞാൽ, ഡസ് ഇറ്റ് മീൻ ദാറ്റ് ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ, ദർ ഈസ് നോ ഒബീഡിയൻസ്, ദർ ഈസ് നോ ലിസണിങ് ടു ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗോഡ്? ഡസ് ലവ് റൂൾ ഔട്ട് all these things? Absolutely not. In fact, the more you love, the more you want to obey. If you truly love, you want to obey. That's what the word says. We will come back to that very soon. But now, ഇവിടെ കർത്താവ് പറയുന്ന വാക്കുകൾ വളരെ പ്രസക്തമാണ്. കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മളത് പല ആവർത്തി വായിച്ചതുകൊണ്ട് നമുക്കിപ്പോൾ ആ വേദഭാഗം ഏകദേശം മനസ്സിലായി കാണും എന്ന് പറഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ആ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ആ പെട്ടെന്നുള്ള വായനയിൽ എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് അവിടെയുള്ള കാര്യം, ഒരു ദൈവ പൈതലിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ നീതി പരീശൻ്റെയും ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ വാട്ട് ഈസ് എ ക്രിസ്ത്യൻസ് റൈച്ചസ്നെസ്? ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു ദൈവ പൈതലിൻ്റെ നീതി എന്താണ്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു എക്സ്ട്രീം എന്ന് പറയുന്നത് ലീഗലിസമാണ്. ലീഗലിസം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലായി, ഇതിനു മുമ്പ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇത് ആവർത്തിച്ച് പറയുന്നത്, അതൊരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാതിരിക്കാനാണ്. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, പരീശനും ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, അവർ 10 കൊടുത്തിരുന്നു. അതുകൊണ്ട് ചിലർ പറയും നമ്മളതുകൊണ്ട് 100 കൊടുക്കണം. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പരീശൻ 10 കൊടുത്തു, നമ്മളതുകൊണ്ട് എത്ര കൊടുക്കണം? 100. കാരണം കൂടുതലല്ലേ. പക്ഷെങ്കിൽ അവരെ ആ ഉദ്ദേശിച്ച കാര്യമല്ല. പരീശൻ 10 കൊടുത്തു, അതുകൊണ്ട് നമ്മൾ 10 10 കൊടുക്കണം, എന്നാലേ പരീശൻ്റെ നീതിയെ കവിയത്തുള്ളൂ. അതല്ല സത്യത്തിൽ ആ വേദഭാഗം ഉദ്ദേശിക്കുന്നത്. കാരണം പരീശൻ എന്ന് പറയുന്നയാൾ നമ്മളെക്കാളൊക്കെ ആ കാര്യത്തിൽ കേമന്മാരായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അവരുടെ നീതിയെ ആ നിലയിൽ കവിയാൻ അല്പം ബുദ്ധിമുട്ടാണ്. അല്ല, ഇനി പരീശൻ്റെ ആ നീതിയെ കവിഞ്ഞാൽ എനിക്ക് ദൈവരാജ്യം അല്ലെ സ്വർഗരാജ്യം കിട്ടുമെങ്കിൽ ഞാൻ തയ്യാറാകും. ഇഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് ഗ്യാരൻറ്റീഡ്, പരീശൻ്റെ നീതി, പരീശൻ 10 കൊടുത്തു, അതുകൊണ്ട് ഞാൻ 2 കൊടുക്കും, അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും ദൈവരാജ്യം കിട്ടുമെങ്കിൽ ഞാൻ തയ്യാറാകും. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. ഐ വിൽ ഡു എനിത്തിങ് ബിക്കോസ് ഐ നോ ഫോർ ഷുവർ ദാറ്റ് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് റിയലാണ്. അപ്പോൾ അത് റിയലാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് എനിക്കത് വിഷയമല്ല, ഞാൻ കൊടുക്കാൻ തയ്യാറാകും. എന്നാൽ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ എൻ്റെ ഒപ്പം ഈ വേദഭാഗം മുൻപോട്ട് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഫിലിപ്പി ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം, അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ ഒരു പരീശൻ്റെ നീതി എന്താണെന്ന് നമുക്കൊന്ന് കാണാം. 3-ാം അധ്യായം അതിൻ്റെ 5-ഉം
6 വാക്യങ്ങളൊന്ന് വായിച്ചു. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. ന്യായപ്രമാണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അത്ര കൊച്ചു കാര്യമൊന്നും അല്ല ഈ പറയുന്നത്. ഇനി ശുഷ്കാന്തി സംബന്ധിച്ച് ന്യായപ്രമാണം സംബന്ധിച്ച് മുള്ളത്തെ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ എന്ന് പറഞ്ഞാൽ അത് കൊച്ചുകാരിയല്ല. ഇന്ന് ആ പരീശൻ എന്നുള്ള വാക്കിന് നമ്മൾ അല്പം ഒരു അതിനൊരു എന്താ പറയുന്നേ, അതിനെ അല്പം പുച്ഛത്തോടെ കാണുന്നത്. എന്നാൽ അന്ന് പരീശൻ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് വേണ്ടി തന്നെത്താൻ സോൾഡ് ഔട്ട് ചെയ്ത, തന്നെത്താൻ കംപ്ലീറ്റ്ലി തൻ്റെ ജീവിതം സമർപ്പിച്ച ഒരു മനുഷ്യൻ്റെ പേരാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വേർതിരിക്കപ്പെട്ടവൻ. ന്യായപ്രമാണത്തിൻ്റെ പഠനത്തിനും ന്യായപ്രമാണത്തിൻ്റെ ഉപദേശത്തിനും ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുവാനും തന്നെത്താൻ ജീവിതം കൊടുത്ത ഒരാളാണ് ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. അതുകൊണ്ടാണ് എസ്രാ ശാസ്ത്രിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ ന്യായപ്രമാണം പരിശോധിപ്പാനും ഉപദേശിപ്പാനും ആചരിക്കാനും 3 കാര്യങ്ങളായിരുന്നു എസ്രായുടെ സവിശേഷത. അതിനെ പരിശോധിച്ചു, ഹി സെർച്ച്ഡ്. 2 ഉപദേശിച്ചു. 3 അതിനെ ആചരിച്ചു. ആ ആളാണ് പരീശൻ. സെറ്റപ്പാർട്ട്. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശ എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല, വലിയ കാര്യമാണ്. കംപ്ലീറ്റ്ലി സെറ്റപ്പാർട്ട്, പൂർണ്ണമായിട്ടും അതിനായി വേർതിരിച്ച്. ഇനി വായിച്ചു അടുത്തത്. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ചു സഭയെ ഉപദ്രവിച്ചവൻ. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ബ്ലെയിംലെസ് ആണ്. അതാണ് പരീശൻ്റെ നീതി. പരീശൻ്റെ നീതി. പക്ഷെ പോൾ ഇത് മനസ്സിലാക്കി. പൗലോസ് ഇത് മനസ്സിലാക്കിയപ്പോൾ, അയ്യോ, ആ നീതി കൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റുകയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ താഴോട്ട് വായിച്ചു. എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. നോക്കുക, അപ്പോൾ ഗോസ്പൽ വെളിപ്പെട്ടപ്പോൾ മനസ്സിലായി, ആ വലിയ നീതി സ്വർഗരാജ്യത്തിൽ തന്നെ കൊണ്ടുചെന്നെത്തിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പറയുക, ക്രിസ്തു നിമിത്തം ഞാൻ അതെല്ലാം എന്ത് ചെയ്തു? അതെല്ലാം ഛേദമെന്നുണ്ടെന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഒന്നും ദൈവസന്നിധാനത്തിൽ എത്തിപ്പെടാൻ തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കുന്നില്ല എന്നുള്ള റെവലേഷനായിരുന്നു സുവിശേഷം നിമിത്തം പൗലോസിനുണ്ടായ ആ വലിയ വെളിപ്പാട്. അങ്ങനെ വെളിപ്പാടുണ്ടായപ്പോൾ അടുത്ത വാക്യം, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. അപ്പം മനസ്സിലായി, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. അപ്പോൾ ന്യായപ്രമാണത്തിൽ കൂടെ എനിക്ക് കൈവരുന്ന ആ നീതി സ്വർഗരാജ്യത്തിലേക്ക് ചെല്ലാൻ എനിക്ക് കഴിയത്തില്ല അപ്പാർട്ട് ഫ്രം ക്രൈസ്റ്റ്. ക്രിസ്തു ഇല്ലാതെ ഇതൊന്നും ഒരർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. അടുത്തത്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല. അപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ
സ്വന്ത നീതിയല്ല. അപ്പം ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തിയാൽ ഞാൻ നീതി ഏൺ ചെയ്യുവാൻ, ഞാൻ നേടുവാനായിട്ട് പരിശ്രമിക്കുക. എൻ്റെ പരിശ്രമമാണ്. ഇത്രയും ചെയ്താൽ എത്രത്തോളം നേടും? ഞാൻ നേടാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ന്യായപ്രമാണം നിമിത്തമുള്ള എൻ്റെ സ്വന്ത നീതിയല്ല, പിന്നെ ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിച്ചവർക്ക് ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. നോക്കണം, അപ്പോൾ ഈ നീതി എനിക്ക് കിട്ടുന്നതിലൂടെയാണ്, ഇപ്പം മനസ്സിലായോ, പരീശന്റെയും ന്യായശാസ്ത്രിയുടെയും നീതി ഒരു വശത്ത്, ക്രിസ്തുവിനെ നേടുന്നതിലൂടെ എനിക്ക് വിശ്വാസത്താൽ ഫ്രീയായി സൗജന്യമായി ലഭിക്കുന്ന നീതി മറുവശത്ത്. എന്നിട്ട് ആ ലെഡ്ജർ കോളത്തിൽ 2 പ്രോഫിറ്റ് ആൻഡ് ലോസ്, അവസാനത്തെ കൺക്ലൂഷൻ, ക്രൈസ്റ്റ് ഈസ് എവ്രിതിങ്. ക്രിസ്തുവാ വലുത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതെല്ലാം ഞാനങ്ങ് ഉപേക്ഷിച്ചു. ഇപ്പം എൻ്റെ ലക്ഷ്യം എന്താ? ക്രിസ്തു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണം നിമിത്തം ഉള്ള എൻ്റെ സ്വന്ത നീതിയല്ല, പിന്നെയോ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതി, അത് ക്രിസ്തുവിലൂടെ. ഓക്കെ, ആ നീതി കിട്ടിയെങ്കിലേ എവിടെ പോവുള്ളൂ? സ്വർഗരാജ്യത്തിൽ. ഓക്കെ, അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ വേദഭാഗത്തോട്ട് വീണ്ടും മടങ്ങി വരിക. മത്തായിയുടെ സുവിശേഷം. അപ്പോൾ പരീശൻ്റെയും ന്യായശാസ്ത്രിയുടെയും നീതിയെ കവിഞ്ഞേ പറ്റൂ. പോളിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കത് വ്യക്തമായി, പരീശൻ്റെ നീതി എന്താണ്, ന്യായശാസ്ത്രിയുടെ നീതി എന്താ. ആ നീതി ഒരു വശത്ത് നിൽക്കുമ്പോൾ ക്രിസ്തുവിനെ നേടുക. ന്യായപ്രമാണത്തിൻ്റെ നീതിയെല്ലാം സ്വന്തം നീതിയാണ്. അപ്പോൾ 10 കൊടുക്കുന്നിടത്ത് ഞാൻ 10 കൊടുത്താലും എൻ്റെ നീതിയാണ്, അതല്ല എൻ്റെ നീതിയാണ്. ഞാൻ എന്ത് ചെയ്താലും അതെൻ്റെ നീതിയാണ്. ഞാനിനിയും സുവിശേഷം അറിയിക്കുക, അതുകൊണ്ട് എനിക്ക് കുറച്ച് നീതി കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ച് അതെൻ്റെ നീതിയാണ്. എന്നാൽ സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്ക് അയ്യോ കഷ്ടം അറിയിക്കുന്നതിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ അറിയിച്ചാൽ അതെൻ്റെ നീതിയല്ല, അത് ക്രിസ്തുവിൻ്റെ നീതിയാണ്. ഡിഫറൻസ് മനസ്സിലാക്കണം. രണ്ടും രണ്ടാ. ക്രിസ്തുവിൻ്റെ നീതിയാണ്. കാരണം ബിക്കോസ് ഐ ലവ് ക്രൈസ്റ്റ്, ദാറ്റ് ഈസ് ദ ഓൺലി ഡ്രൈവിംഗ് ഫോഴ്സ്. എൻ്റെ പ്രവൃത്തിയുടെ സകല ആധാരവും ക്രിസ്തുവാണെങ്കിൽ അത് എൻ്റെ നീതിയല്ല. എന്നാൽ ഞാൻ ചെയ്യുന്നതല്ല പലപ്പോഴും എൻ്റെ നീതിയാണ്. അതേ മക്കളെ, നമ്മൾ ഈ കാര്യം ഒന്ന് വിശദീകരിക്കണം. നമ്മുടെ നീതിയാണോ നിൽക്കുന്നത്, അതോ ക്രിസ്തുവിൻ്റെ നീതിയാണോ നമ്മിൽ നടക്കുന്നത്? ഇനി നമ്മൾ ഈ വേദഭാഗം തുടർന്നുള്ള അല്പസമയം കൂടെ ഉണ്ടല്ലോ,
നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് കടന്നു വരാം. ഇവിടെ കർത്താവ് പറയുന്ന വാക്കുകൾ, അപ്പോൾ ക്രിസ്തുവിനെ നമ്മൾ നേടുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ നേടുന്നതിലൂടെ ക്രിസ്തു നമ്മുടെ ഫോക്കസ് ആയിരിക്കുമ്പോൾ, ക്രിസ്തു നമുക്ക് സകലതുമായിരിക്കുമ്പോൾ, നമ്മൾ പരീശൻ്റെ ന്യായശാസ്ത്രിയുടെ നീതിയെ കവിയുന്നതിൻ്റെ കാരണം എന്താണെന്നും അവിടെ ക്രിസ്തുവിനോടുള്ള അനുസരണം ഏത് നിലയിലാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നും നമുക്ക് വളരെ പെട്ടെന്നൊന്ന് കാണാം. ഓക്കെ, ഇവിടെ കർത്താവിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് പറയുകയാണ്, ഈ ഞാൻ വന്നത് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിനല്ല ഞാൻ വന്നത്, പിന്നെ നിവർത്തിപ്പാനാണ് ഞാൻ വന്നത്. സോ ജീസസ് does not conceive his ministry in terms of opposition to the Old Testament, that is law and prophets, ന്യായപ്രമാണവും പ്രവാചകന്മാരും. He doesn't think. He came in opposition as a revolutionary to throw away everything that has been there and to establish something altogether new. No. ഒരു വിപ്ലവകാരിയെ പോലെ, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെ വിപ്ലവകാരിയായ ക്രിസ്തു, അങ്ങനല്ല. പഴയതിനെയെല്ലാം എറിഞ്ഞിട്ട് പുതിയ ഒരെണ്ണത്തിനെ തരാം, അങ്ങനല്ല. അപ്പോൾ നമ്മൾ എനിക്ക് പുതിയ ഉണ്ടല്ലോ, എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. In fact, Jesus says he came in terms of bringing to fruition of all that was there in the Old Testament. He came as a fulfillment because the law and prophets pointed to him. ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്തിലേക്ക് വിരൽ ചൂണ്ടിയോ അത് നിവർത്തിക്കാനാണ് ക്രിസ്തു വന്നത്. ഈ കാര്യം നമുക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിശേഷിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് അവിടുന്ന് തന്നെ ഞാൻ എന്തിനു വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് 6-7 പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. ഓഫ് കോഴ്സ് അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട് കർത്താവ് എന്തിനാ വന്നതെന്ന്. സുവിശേഷങ്ങളിൽ എഴുതിയിട്ടുണ്ട്, അനവധി തവണ വിവിധ നിലകളിൽ അവരെഴുതിയിട്ടുണ്ട് കർത്താവ് ക്രിസ്തു വന്നത് ഇന്നതിനാണ്. എന്നാൽ ഞാൻ വന്നത് ഇന്നതിനാണെന്ന് യേശു പറഞ്ഞത് 6-7 പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. മറ്റൊന്ന്, കാണാതെ പോയതിനെ തെരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. യേശു തന്നെക്കുറിച്ച് പറയുക. ഇവിടെ കർത്താവ് പറയുന്നത് ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിനല്ല വന്നത്, നിവർത്തിപ്പാനാണ് വന്നത്. അപ്പോൾ യേശു കർത്താവ് തന്നെത്താൻ അവിടുന്ന് വന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് പറയുമ്പോൾ അത് നിശ്ചയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് ഞാൻ പെട്ടെന്നങ്ങ് പറയാം. നമ്പർ 1, ജീസസ് ഫുൾഫിൽസ് ദ ലോ ഇൻ ഹിസ് ഡോക്ട്രിൻ ആൻഡ് ടീച്ചിങ്.
ഇപ്പൊ യേശു കർത്താവ് അവിടുത്തെ ഉപദേശത്തിൽ ന്യായപ്രമാണം നിവർത്തിപ്പാനായിട്ട് വന്നു. And it is only in the exposition of Jesus that we could really feel the real power of the law. Where do we find that? കഴിഞ്ഞ ആഴ്ച ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ചു. യേശു കർത്താവിൻ്റെ ആ പ്രസംഗത്തിൽ മാത്രമാണ് ന്യായപ്രമാണത്തിൻ്റെ ആ ശക്തി, അതിൻ്റെ ആ ഡീപ്പ് സ്പിരിച്വാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത്. എവിടാന്നറിയാമോ? അതിൻ്റെ 21 മുതൽ മത്തായി സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 verses 21 to 48. ആ ഭാഗം വായിക്കുമ്പോഴാണ്, when you read or when you listen to the teachings of Jesus, we really feel the power of the law. And his teaching, in fact, shatters all my assumptions that I am able to somehow keep it. അത് വായിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ന്യായപ്രമാണം ഞാൻ എൻ്റെ ശക്തിയിൽ അതിനെ അനുവർത്തിപ്പാൻ, അതിനെ അനുസരിപ്പാൻ എനിക്ക് കഴിയുന്നതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്ന അപ്പോഴാണ്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. ആ ന്യായപ്രമാണത്തെക്കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞേക്കുന്നതെന്ന് വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അവിടെ ആങ്കറിനെ കുറിച്ച് പറയുന്നു, ലസ്റ്റിനെ കുറിച്ച് പറയുന്നു, ഡിവോഴ്സിനെ കുറിച്ച് പറയുന്നു, ഓത്ത്സിനെ കുറിച്ച് പറയുന്നു, റിട്ടാലിയേഷനെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുക. റിയൽ പവർ ഓഫ് ദ ലോ ഹിറ്റ് മീ. And then I understand that I am unable to keep the law. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ന്യായശാസ്ത്രി കീപ്പ് ചെയ്യുന്നത് പോലെ കീപ്പ് ചെയ്താൽ നടക്കുകയില്ല. മാക്സിമം അത് എൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നല്ലാതെ ദൈവസന്നിധാനത്തിൽ എനിക്ക് യാതൊരു രക്ഷയില്ല എന്ന് മനസ്സിലാകുന്നത് ആ 21 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ആത്മാർത്ഥമായിട്ട് വായിക്കുമ്പോഴാണ്. ആത്മാർത്ഥമായിട്ട് വായിക്കണം കേട്ടോ, ആത്മാർത്ഥമായിട്ട് വായിക്കണം. അല്ലാതെ പ്രസംഗം ഉണ്ടാക്കാനുള്ള കുറിപ്പായിട്ട് വായിക്കാതെ ആത്മാർത്ഥമായിട്ട് ആ വാക്കുകളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇമ്പോസിബിൾ. ഇനി ഒന്ന്, കർത്താവിൻ്റെ ലൈഫിൽ അവിടുത്തെ ഉപദേശത്തിൽ ന്യായപ്രമാണം അവിടുന്ന് നിവർത്തിച്ചു. രണ്ടാമതായിട്ട് അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ ജീവിതക്രമം, അതിൽ കർത്താവ് ന്യായപ്രമാണം നിവർത്തിച്ചു. ഈ പരീശന്മാരെക്കുറിച്ചും ന്യായശാസ്ത്രിമാരെക്കുറിച്ചും കർത്താവ് പറഞ്ഞത്, അവർ ന്യായപ്രമാണം എന്ന് പറയുന്ന ഒരു വലിയ നുകം
മനുഷ്യരുടെ തലയെ വെച്ച് കൊടുക്കുകയായിരുന്നെന്നാണ് യേശു കർത്താവ് തന്നെ പറയുന്നത്. ദാറ്റ് ജീസസ് ഷോസ് ദ റിയൽ മീനിങ് ഓഫ് ദ ലോ. ആൻഡ് when you read the Gospel of Matthew, when you come to chapter 23 and verse 4, Jesus says, obedience to the law was, for Pharisees, it was a heavy task. It was a heavy burden. That was the obedience to the law. Whereas you read about Jesus, it was not a burden for him. For example, 40-ാം സങ്കീർത്തനം, Psalm number 40 and verse 8, Hebrews 10:7. പെട്ടെന്ന് ഈ വാക്യങ്ങളൊന്ന് വായിക്കാം. Psalm 40 and verse 8. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. നോക്കുക, എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. എബ്രായർ 10:7 അതെടുത്തെഴുതിയേക്കാം. മെസ്സിഹായെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. ഇനിയും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് യേശുവിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4:34 ഒന്ന് വായിച്ചേ. John 4:34. സമയമില്ലാത്തതുകൊണ്ട് യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ആഹാരം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം? ആഹാരം 2 പർപ്പസാണ്. ഒന്ന്, ഫുഡ് ഈസ് ഫോർ അവർ എൻജോയ്മെൻറ്റ്, ഫുഡ് ഈസ് ഫോർ അവർ ഹെൽത്ത്. 2 കാര്യങ്ങൾ അതിൽ സംഭവിക്കും. അതുകൊണ്ടാണ് ആഹാര സാധനങ്ങളുടെ ആ അരോമ കിട്ടുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനാകുന്നൊരു ടെൻഡൻസി ഉണ്ടാകും. പിന്നെ മനോഹരമാകുന്ന പാത്രത്തിൽ അതിരിക്കുന്ന അതിൻ്റെ കളറും ഒക്കെ കാണുമ്പോൾ ഇറ്റ് ഈസ് വെരി പ്ലീസിങ്. എൻജോയ് ചെയ്യുക. വി എൻജോയ് ഈറ്റിംഗ് ഫുഡ്, അല്ലേ? സത്യത്തിൽ ആഹാരം ചുമ്മാതെ വെറുതെ മണ്ണ് വാരി തിന്നുന്ന പോലെയാണോ നമ്മൾ കഴിക്കുന്നത്? അല്ല, നമ്മൾ എൻജോയ് ചെയ്യുക ആഹാരം കഴിക്കുമ്പോൾ. ഇവിടെ യേശു പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേ, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് എൻ്റെ ആഹാരമെന്ന് എന്ന് പറഞ്ഞാൽ ഐ എൻജോയ് ഡൂയിങ് ദ വിൽ ഓഫ് മൈ ഫാദർ. അപ്പോൾ ജീസസ് he fulfilled the law in his life and in obedience to the Father. യേശു കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നതെല്ലാം എന്തെന്നറിയാമോ? രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിച്ചെന്നാ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസ് നോക്കുക. എൻ്റെ കാര്യം അങ്ങ് പറയേ, ഇന്ന് ക്ഷീണമാണ് എന്നാൽ ഒന്ന് ചിന്തിക്കണം. യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയുടെ ഇടയിലാണ് ദിവസം മുഴുവൻ മിനിസ്ട്രി ചെയ്തേച്ച് ദിവസം മുഴുവൻ മിനിസ്ട്രി ചെയ്തിട്ട് രാത്രി മുഴുവൻ മലയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയെന്ന്. അതെന്ന് തൊട്ടുള്ള ശീലമാണെന്നറിയാമോ? അത് മിനിസ്ട്രി തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ശീലമൊന്നുമല്ല, അതിനൊക്കെ മുമ്പേ ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആസ് എ ബിൽഡർ, തച്ചനെന്ന് പറയുമെങ്കിലും
കാർപ്പൻ്റർ എന്ന് പറയുമെങ്കിലും വീട് പണിയുന്നവൻ എന്ന അർത്ഥമാണ്. കാർപ്പൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാർപ്പൻ്റർ തടിപ്പണി ചെയ്യുന്നവനെന്ന് ചിന്തിക്കരുത്. ഹി വാസ് എ ബിൽഡർ. ഒരു വീട് പണിയുന്ന ആളായിരുന്നു കർത്താവും കർത്താവിൻ്റെ പിതാവായ ജോസഫും. അവരുടെ പണി അതായിരുന്നു, വീട് പണിയുക. അപ്പോൾ വീട് പണിയിൽ തടിപ്പണിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറഞ്ഞു. അപ്പോൾ നോക്കുക, പകൽ മുഴുവൻ ജോലി ചെയ്തിട്ട് ജോലി ഒന്ന് തീരാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയോ? രാത്രി പോയി പിതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടല്ലേ സ്നാനമേറ്റ് യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് കഴിഞ്ഞപ്പം സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഇന്നു മുതൽ ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നെന്നാണോ? അല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഓൾമോസ്റ്റ് 30 years ഓഫ് ഒബ്സ്ക്യൂരിറ്റി, ആരും അറിയപ്പെടാത്ത, ആരും കേൾക്കാത്ത 30 വർഷങ്ങൾ. The life of Jesus, the unknown years of about 30 years was pleasing in the sight of Father. He performed no miracle until then, until we do not have any record of Jesus performing any miracles. He didn't do any preaching. He didn't do anything as such. Only occasionally he went to the synagogue and a scroll was given to him. It might have been given to him from where he would have read. That's all. But almost 30 years of life of obscurity, that life which is so hidden from the eyes of the world. The Father says, hear him. He is my Son in whom I am well pleased. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മനുഷ്യന്റെ മുൻപാകെ വലിയ കാര്യം ചെയ്യുന്നതല്ല, രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ മുൻപാകെ പ്രസാദകരമായി ജീവിക്കുന്നതാണ് പിതാവിന് പ്രസാദം. And Jesus enjoyed doing that. അത് എൻജോയ് ചെയ്തെന്ന് ജീസസ്. മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? യേശു കർത്താവ് അത് എൻജോയ് ചെയ്തെന്ന്. ഞാൻ പ്രിയപ്പെടുന്നു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. Let me ask you, do you really enjoy kneeling down in the presence of the Almighty God, whom you call Abba, Father? Oh, what a privilege. അല്ലേ? അത് എൻജോയ് ചെയ്യുന്നുണ്ടോ? അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി എൻജോയ്മെൻ്റ് ഒക്കെ തന്നെ വന്നോളൂ. ഏത് എൻജോയ്മെൻ്റാണെന്നറിയാമോ? വിശുദ്ധന്മാരുടെ കൂട്ടായ്മയും ബാക്കി എല്ലാം യു നെയിം ഇറ്റ്, എനിത്തിങ്. മുമ്പേ ഞാൻ പറഞ്ഞ സുവിശേഷം, വാട്ട് എവർ, ഏത് പ്രവൃത്തിയും ദാറ്റ് ഷുഡ് ഫ്ലോ ആസ് എ റിസൾട്ട്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അത് ആ ജീവിതത്തിൽ നിന്ന് ഒഴുകി വരേണ്ട ഒരു ഫലമാണ്. അല്ലാതെ ഇപ്പോഴുള്ള ഈ ഫലം കൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകാനിരിക്കുക പലരും. നടക്കുകയില്ലെന്നാണ് യേശു പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം പിടികിട്ടിയോ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങളുടെ നീതി പരീശൻ്റെയും ന്യായശാസ്ത്രിയുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല? സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ഓക്കെ,
ഒരു കാര്യം കൂടെ, പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം. പലരും ഈ വേദഭാഗം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഈ കൽപ്പനകൾ, obedience is so important. Look at that verse. I'll close in 7 minutes. Obedience. അതിൻ്റെ 19-ാം വാക്യം വായിച്ചേ. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഒബീഡിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നതെന്നറിയോ? ആ ലോ ആൻഡ് ദ പ്രോഫറ്റ്സ്, ന്യായപ്രമാണവും പ്രവാചകന്മാരും നീക്കാനല്ല ഞാൻ വന്നത്, ഞാൻ നിവർത്തിക്കാൻ വന്നു. അത് നിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും മാറിപ്പോളം ഇത് നീങ്ങുന്നില്ല, നിവർത്തിക്കുന്നേ ഉള്ളൂ. അതെന്നിൽ നിവർത്തിച്ചു, ഞാൻ നിവർത്തിച്ചു. ഇനിയും സ്വർഗരാജ്യം അല്ലെ ദൈവരാജ്യം, യോഹന്നാൻ വരെ ന്യായപ്രമാണവും പ്രവാചകന്മാരും ഉണ്ടായിരുന്നു, പ്രവചിച്ചു. അത് കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, the kingdom of heaven or the kingdom of God advances with power. അല്ലേ? അതുവരെ യോഹന്നാൻ വരെ ന്യായപ്രമാണവും പ്രവാചകന്മാരും ആ ഫുൾഫിൽമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പം ദൈവരാജ്യം അല്ലെ സ്വർഗരാജ്യം, ആ സ്വർഗരാജ്യത്തിൽ എന്താണുള്ളത്? ആ സ്വർഗരാജ്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, ഈ ഉപദേശങ്ങളെ, അതായത് ഈ കൽപ്പനകൾ, സോ ദർ ഈസ് കമാൻഡ്മെന്റ്സ്, ഉപദേശങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്. എന്തുകൊണ്ടാ? 1-2 വാക്യങ്ങൾ പെട്ടെന്ന് അങ്ങ് വായിച്ചു, സമയം പെട്ടെന്ന് പോകുന്നു. മത്തായി 7-ാം അധ്യായം 21 മുതൽ 23 വരെ പെട്ടെന്ന്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. He who does the will, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന. അടുത്തത്, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും. നോക്കിയേ, നിങ്ങളത് വീട്ടിൽ പോയി വായിച്ചിട്ട് മനസ്സിലായിക്കോ, സമയമില്ലാത്തതുകൊണ്ടാണ്. 23 വരെ വായിക്കണം. നിന്റെ നാമത്തിൽ മതി സിസ്റ്ററെ. 21-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ. obeying my commandments. മത്തായിയുടെ സുവിശേഷം 5:20 കർത്താവ് പറയുന്നത് ഇങ്ങനെ, ഐ ടെൽ യു, ഞാനോ നിങ്ങളോട് പറയുന്നത്, ഐ ടെൽ യു. അതിൻ്റെ ശേഷം അതിൻ്റെ 26, ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. 28, ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന്. 32-ാം വാക്യം, verse 32, ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗ ഹേതുവായിട്ടല്ലാതെ. ഇനി 34-ാം വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത്. 39, verse 39, ഞാനോ നിങ്ങളോട് പറയുന്നത്. verse 44, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ മതിയാവും. വീട്ടിൽ പോയി വായിച്ചോ, സമയമില്ലാത്തതുകൊണ്ടാ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? സ്വർഗരാജ്യത്തിൽ എന്തുണ്ട്? കമാൻഡ്മെന്റ്സ് ഉണ്ട്. കമാൻഡ്മെന്റ്സ് ഇല്ലെന്ന് ആരും ചിന്തിക്കരുത്. ചിലർ പറയുന്നത് എന്നറിയാം, സ്നേഹിച്ചാൽ മതി. കമാൻഡ്മെന്റ്സ് ഇല്ല, സ്നേഹിച്ചാൽ മതി. പക്ഷെങ്കിൽ അവിടോട്ടാണ് നമ്മൾ ഇപ്പോൾ വരിക, ഉടനെ വരുന്നു. യേശു കർത്താവ് ഇനി ഒരു വാക്യം കൊണ്ടൊന്ന് വായിച്ചോ, മത്തായി 28. അപ്പോൾ സ്വർഗരാജ്യത്തിലെ കൽപ്പനകൾ എന്താണ്? അവിടെ കൽപ്പനകളുണ്ടോ? അതാ യേശു പറയുന്നത്. ഓക്കെ, 28, 18 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ.
യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ. ശിഷ്യത്വത്തിന്റെ ബേസിസ് ആയിട്ടൊരു കാര്യം യേശു പറഞ്ഞു. എന്താ? നിങ്ങൾ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും പിന്നെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ. സ്വർഗരാജ്യത്തിലെ കൽപ്പന ആരിൽ നിന്നാ വരുന്നത്? യേശുവിൽ നിന്നാ വരുന്നത്. കാരണം യേശു, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ന്യായപ്രമാണം നിവർത്തിച്ചു, നീക്കമില്ല, നിവർത്തി. എന്നിട്ട് കൽപ്പിച്ചതൊക്കെ ദൈവത്തിന്റെ നീതിയാലേ ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. പിന്നെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പൊ ഇവിടെ എന്തോ ഉണ്ട്? ഉപദേശമുണ്ട്, ഇല്ലേ? കൽപ്പനയുണ്ട്. പലരും ചിന്തിക്കുന്നേ ഇനി നമ്മൾ പെട്ടെന്ന് 1-2 വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. റോമാലേഖനം 13:10 സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി. അതുകൊണ്ട് ആൾക്കാർ പറയുന്നത് സ്നേഹമാകട്ടോ, അതുകൊണ്ട് ഇനി നമുക്ക് വളയമില്ലാതെ അങ്ങ് ചാടിയേക്കാം. ഒരു വളയവും ഇല്ല. വളയമില്ലാതെ ചാടുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ ഈ ഓസ്ട്രേലിയയിൽ ഒത്തിരി നാളായതുകൊണ്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായവരൊന്ന് പറഞ്ഞു കൊടുക്കണേ, എനിക്ക് ഇപ്പം സമയമില്ല. ക്രിസ്തീയ ജീവിതം എന്താ? ഞാൻ എന്താ പറയുന്നത്? ഒരു പുതിയ ലീഗലിസം ആണോ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നോ, ഐ ആം ഫോർ ഗ്രേസ്. പക്ഷെങ്കിൽ എന്താ ഗ്രേസ്? എന്താ ലവ്? വാട്ട് ഹാപ്പൻസ് വെൻ യു റിയലി ലവ്? വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് അവസാനിപ്പിക്കാം. യോഹന്നാൻ 14:15 14-15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാ. പക്ഷെങ്കിൽ സ്നേഹിക്കുന്നെങ്കിൽ എന്തോ സംഭവിക്കും? എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. സ്വർഗരാജ്യത്തിലെ കൽപ്പനയെ അഴിച്ച് പഠിപ്പിക്കുന്നവൻ ലീസ്റ്റ് എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എങ്ങനെയുമൊക്കെ അവിടെ ചെല്ലാമെന്നല്ല. മത്തായി സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ പറഞ്ഞേക്കുന്ന കൂട്ടരാണ് അഴിച്ചു പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് വലിയ വലിയ കൊട്ടാരമൊന്നും വേണ്ട, പിന്നെ അവിടെ കടത്തിണ്ണയിലാണേലും ഞാൻ കടന്നോളാം, അങ്ങ് ചെന്നാൽ മതി. അതിന് വേണ്ടതൊക്കെ എന്നാ പാസ്റ്റേ, അത് വേണേ ഞാൻ അങ്ങ് ചെയ്തോളാം. ഈ ചെയ്ത് ഏതായാലും പോകാൻ പറ്റുകയില്ല, അതങ്ങ് വിട്, അത് പറ്റുകയില്ല. അത് പരീക്ഷന് പറ്റിയില്ല, പൗളിനെ പോലൊരു പരീക്ഷന് പറ്റിയില്ല, പിന്നല്ലേ നമുക്ക് ചെയ്തങ്ങ് ചെല്ലാമെന്ന് വിചാരിക്കണ്ട. അപ്പോൾ അത് നടക്കുകയല്ലേ കുഞ്ഞേ. പിന്നെന്താ? ഇതേ ഉള്ളൂ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന. 15:10 വായിച്ചു. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ. സ്നേഹത്തിൽ വസിക്കുക. ഇതാരാ എഴുതിയെന്നറിയാമോ? സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതിയത്. അതാ അതിൽ ഏറ്റവും രസകരം. ഇനി 1 യോഹന്നാൻ 2:3, 1 യോഹന്നാൻ 3:24, 1 യോഹന്നാൻ 5:3 ഈ 3 വാക്യങ്ങളോട് വായിച്ചോ. ദയവായിട്ട് കൊയർ മെമ്പേഴ്സ് മുൻപോട്ട് കടന്നു വരിക. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. 1 യോഹന്നാൻ 3:24, 1 യോഹന്നാൻ 3:24 അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. ഇനി 1 യോഹന്നാൻ 5:3 വായിച്ചു.
അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. So what happens as a result of loving God? If you really love, you will obey. If you don't obey, that means you don't love God. If you claim love is the fulfillment of the law, this is what it means. Love, obey. And at the same time, you and I know, ആ ഡീപ്പ് സ്പിരിച്വാലിറ്റി, ന്യായപ്രമാണത്തിൻ്റെ ആഴമുള്ള ആത്മീകത, അത് വളരെ അത്യഗാധമാണ്. കർത്താവ് എന്നിൽ ജീവിച്ച് ഞാൻ ക്രിസ്തുവിനെ നേടി വിശ്വാസത്താൽ, എൻ്റെ സ്വന്തം നീതിയല്ല, ഞാൻ ക്രിസ്തുവിനാലുള്ള ആ നീതിയാലേ എനിക്ക് സ്വർഗരാജ്യത്തിലോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിൻ്റെ. അതുകൊണ്ടാണ് ആ പാട്ട് പാടാനായിട്ട് നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ആ സന്ദർഭത്തിൽ നമ്മുടെ സ്തോത്ര വഴിപാടും നമുക്ക് അർപ്പിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ്, ദയവായിട്ട് എല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ ഗലാത്യർ 2:20 നമ്മൾ വായിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. എന്നാൽ ഇപ്പം ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ ബൈ ഫെയ്ത്ത് ഞാൻ ജീവിക്കുന്നു. പക്ഷേ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇൻ ദാറ്റ് ലവിങ് റിലേഷൻഷിപ്പ്, ഇൻ ദാറ്റ് ഫെലോഷിപ്പ്, എങ്കിൽ മാത്രമേ അവരാ സ്വർഗരാജ്യത്തിൽ പോകുന്നത്. അല്ലാത്തവരൊന്നും സ്വർഗരാജ്യത്തിൽ പോവുകയില്ല. ഇറ്റ് ഈസ് as clear as that.